ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുത്തിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിലെ 2-ാം അധ്യായമാണ്. യേശുവിൻ്റെ ജനനം, വിദ്വാൻമാർ യെരുശലേമിലേക്ക് വരുന്നതും, ഹേരോദാവിൻ്റെ ക്രൂരത, മിസ്രൈമിലേക്ക് യേശുവിൻ്റെ പലായനം എന്നിവയാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ സംഭവങ്ങളെല്ലാം പഴയ നിയമ പ്രവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മത്തായി 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഹേരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ പഴയ നിയമ പ്രവചനം ഇപ്രകാരം പറയുന്നു: ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. യെശയ്യാവ് 60:3. വിദ്വാൻമാരെ ജാതികളായാണ് പ്രതിനിധീകരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ ജാതികളിലേക്കും എങ്ങനെയാണ് വ്യാപിച്ചതെന്ന് വിദ്വാൻമാരിലൂടെ കാണിക്കുന്നു. യഹൂദൻ അല്ലാത്തവരെയാണ് ബൈബിൾ ജാതികൾ എന്ന് പറയുന്നത്. മത്തായി 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി അറിഞ്ഞ ഹേരോദാവ് ഭയപ്പെടുകയും താനുള്ളപ്പോൾ മറ്റൊരു രാജാവോ എന്ന് ചിന്തിച്ച് യേശുവിനെ കൊല്ലാൻ പദ്ധതിയിടുകയും ചെയ്യുന്നതായി നാം ആ വാക്യങ്ങളിൽ വായിക്കുന്നു. മത്തായി 2-ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യത്തിൽ ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ. യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ബെത്ലഹേമിൽ തന്നെ ജനിക്കുമെന്ന് മീക പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 5:2 വായിക്കുന്നത്: നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ്യ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് യേശുവിൻ്റെ ജനനത്തെപ്പറ്റി ഈ പ്രവചനം, അല്ലേ? മത്തായി 2:8 അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. തുടർന്ന് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വിദ്വാൻമാർ അവിടെ നിന്നും പുറപ്പെട്ടു യേശുവിനെ കാണുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്യുന്നു. മത്തായി 2:11 ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. തുടർന്ന് മത്തായി 2:12 ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അതുപോലെ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു മിസ്രൈമിലേക്ക് പോയി. ഇപ്പോൾ വിദ്വാൻമാരെയും ക്രിസ്തുവിനെയും ദൈവം അത്ഭുതകരമായി അവിടെ നിന്നും മാറ്റിയതായി നമുക്ക് കാണാം. കർത്താവ് തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ ആണെന്ന് ഈ വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിദ്വാൻമാർ തന്നെ പറ്റിച്ചു എന്നറിഞ്ഞ ഹേരോദാവ് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹീനമായ പ്രവൃത്തി ചെയ്യുകയാണ്. മത്തായി 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹേരോദാവ് കണ്ട് വളരെ കോപിച്ച് വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബെത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. ക്രിസ്തുവിൻ്റെ ജനനം ആ കാലത്ത് വളരെയധികം
ചലനങ്ങൾ ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാം. യോസിഫസ് എന്ന ചരിത്രകാരൻ തൻ്റെ ആന്റിക്വിറ്റീസ് ഓഫ് ജൂസ് എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു ഒരു കെട്ടുകഥ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ ബൈബിളിന് പുറത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ചരിത്രങ്ങളും കെട്ടുകഥകൾ ആണെന്ന് പറയേണ്ടി വരും. പഴയ നിയമ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഇരമ്യാവ് 31:15 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തൻ്റെ മക്കളെക്കുറിച്ച് കരയുന്നു, അവർ ഇല്ലായകയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. ഈ പ്രവചനം യഹോവയുടെ ഉദ്ധാരണ പദ്ധതിയുടെ ഭാഗമായിരുന്നു. മാത്രമല്ല, പാപത്തോടുള്ള ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുമ്പോഴും രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ കരുണ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെ നോക്കിയാൽ ജോസഫിനോട് മിസ്രൈമിലേക്ക് പോകുവാൻ ദൈവം കൽപ്പന നൽകുന്നു. ആ വാക്യത്തിൻ്റെ പഴയ നിയമ ഉദ്ധരണി വളരെ ശ്രദ്ധിക്കണം. ഹോശേയ 11:1 ഇസ്രയേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഹോശേയ 11:1 ഇസ്രയേൽ എന്ന് പരാമർശിക്കുമ്പോൾ ജനം എന്നതിലുപരി ഈ വാക്യം മശിക ആയ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം എന്ന രീതിയിൽ കൂടി കാണപ്പെടുന്നു. യേശുവിൻ്റെ മിസ്രൈമിലെ താമസവും തിരിച്ചുവരവും പഴയ നിയമത്തിലെ ഇസ്രയേലിൻ്റെ ദൈവിക ബന്ധത്തെയും പുത്രത്വത്തിനെയും ഓർപ്പിക്കുന്നു. മത്തായി 2:23 ഇപ്രകാരം വായിക്കുന്നു, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു. നിവൃത്തിയാകാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് യേശു പാർത്തു. കർത്താവായ യേശു ക്രിസ്തു നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം ഇതിലൂടെ പൂർത്തീകരിക്കുന്നു. ഇവിടെ യേശു തൻ്റെ മാനുഷികാവസ്ഥയുടെ പരിമിതിയും ദൈവകൃപയുടെ മഹിമയും അപകട സമയത്തുള്ള ദൈവിക സംരക്ഷണവും ദൈവിക ഇടപെടലുകളും വെളിവാക്കുന്നതാണ്. മത്തായി 2-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ ശൈശവകാലത്ത് സംഭവിച്ച കാര്യങ്ങളെ ആണ് നാം കാണുന്നത്. 1 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങളിൽ നിരവധി പഴയ നിയമ പ്രവചനത്തിന്റെ നിവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിന്റെ ജനനം എത്ര അത്ഭുതകരമായ ജനനമാണ്. പാപിക്ക് പകരമായി കാൽവറിയിലെ ക്രൂശിൽ ശിക്ഷ ഏറ്റെടുക്കുവാൻ മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ നാം വിവരിച്ചു കേട്ടത്. മുൻ തീരുമാനിച്ചതും ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം സംഭവിച്ചതുമായ ആ വലിയ കാര്യം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപിക്ക് പകരമായുള്ള ശിക്ഷ ഏറ്റെടുക്കുവാൻ മനുഷ്യനായിട്ട് അവതരിച്ച ഈ കർത്താവായ യേശു ക്രിസ്തു ഓരോരുത്തർക്കുമായി സൗജന്യമായി ഒരുക്കിയ രക്ഷ സ്വന്തമാക്കുവാൻ ക്രിസ്തുവിൽ നമുക്ക് ചാരാം. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാം. അതിനായി ദൈവം ഏവരെയും സഹായിക്കട്ടെ.